ഒരു രാജ്യത്തിന്റെ വികസനവും ആ രാജ്യം ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഊർജവും തമ്മിൽ വലിയ ഒരു ബന്ധമുണ്ട്. വർഷങ്ങൾ കഴിയും തോറും ഈ ബന്ധം വർദ്ധിക്കുകയാണ് ചെയ്യുക. ഏറ്റവും കുറഞ്ഞ ചിലവിൽ ഏറ്റവും കൂടുതൽ ഊർജം ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്ന രാജ്യമായിരിക്കും അടുത്ത ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായിട്ട് മാറുന്നത്. നിലവിൽ ഏറ്റവും കൂടുതലായിട്ട് ഊർജം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങൾ അല്ലെങ്കിൽ ഊർജത്തിന് ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ് ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങൾ വലിയ സാമ്പത്തിക ശക്തികളാണ്. അതിൻ്റെ മികച്ച ഉദാഹരണമാണ് അറേബ്യൻ രാജ്യങ്ങൾ. എന്നാൽ ആ രാജ്യങ്ങളുടെയൊക്കെ കാലം കഴിയാൻ പോവുകയാണ്. അത് സാമ്പത്തികമായിട്ട് തകരുമെന്നല്ല, അവർക്ക് പെട്രോളിയത്തിലൂടെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്ന ആ പണം അതിൻ്റെ തോത് കുറയാൻ പോവുകയാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം തോറിയമാണ്. തോറിയത്തിലൂടെ വലിയ ഊർജം തന്നെ കുറഞ്ഞ ചെലവിൽ നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ സാധ്യമാകും. തോറിയം ലോകത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത് ഏത് രാജ്യത്താണെന്നറിയാവോ? നമ്മുടെ സ്വന്തം രാജ്യമായ ഇന്ത്യയിൽ തന്നെയാണ്. നിലവിലുള്ള കണക്കുകൾ അനുസരിച്ച് 5 ലക്ഷം ടണ്ണിന് മുകളിൽ ഭാരം വരുന്ന തോറിയമാണ് ഇന്ത്യയിൽ ഉള്ളത്. ഇതിൽ തന്നെ 30% അടങ്ങിയിരിക്കുന്നത് നമ്മുടെ കൊച്ചു കേരളത്തിലാണ്. കൊച്ചു കേരളത്തിലെ ചവറ എന്ന് പറയുന്ന പ്രദേശത്താണ്. ഇത് കേൾക്കുമ്പോൾ തോറിയം എന്ന് പറയുന്നത് ഒരു റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ അല്ലേ? അതുപയോഗിച്ച് നമ്മൾ ഊർജം ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ഇവിടെ വലിയ ന്യൂക്ലിയർ പവർ പ്ലാന്റുകൾ വേണ്ടേ എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുക. തീർച്ചയായിട്ടും ന്യൂക്ലിയർ പവർ പ്ലാന്റുകളിലൂടെയാണ് നമ്മൾ അത് ഉൽപ്പാദിപ്പിക്കുന്നത്. അത് വലിയ അപകടങ്ങൾക്ക് കാരണമായി മാറും. ഒരുപാട് പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും. നമുക്ക് ക്യാൻസർ പോലുള്ള മാരകമായിട്ടുള്ള അസുഖങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത പോലും ഉണ്ട് എന്നായിരിക്കും നിങ്ങളുടെ അടുത്ത ചോദ്യം. അത് യാഥാർത്ഥ്യമാണ്. പക്ഷേ തോറിയത്തിന്റെ കാര്യത്തിൽ അത് ബാധകമല്ല. നിലവിൽ യുറേനിയം 235 യുറേനിയം 238 ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ന്യൂക്ലിയർ പവർ പ്ലാന്റിൽ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നത്. അത് വലിയ രീതിയിലുള്ള റേഡിയേഷന് കാരണമാകും, ന്യൂക്ലിയർ വേസ്റ്റിന് കാരണമാകും. നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവിടെ ബാധകമാണ്. പക്ഷേ തോറിയത്തിന്റെ കാര്യത്തിൽ അത് ബാധകമല്ല. 2019 പിക്ഫോർഡ് പ്രസിദ്ധീകരിച്ച ഒരു ശാസ്ത്ര പ്രബന്ധത്തിൽ ഇതിനെക്കുറിച്ച് വിശദമായി പരാമർശിച്ചിട്ടുണ്ട്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ലോകത്തിൽ ഒരു തോറിയം പവർ പ്ലാന്റ് പോലും സ്ഥിതി ചെയ്യുന്നില്ല. ഒരെണ്ണം പോലും പ്രാവർത്തികമായിട്ടില്ല. പക്ഷേ ചൈന ഓൾറെഡി 2 മെഗാവാട്ടോളം വൈദ്യുതി ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്ന ഒരു പ്രോട്ടോടൈപ്പ് ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ട്. പ്രോട്ടോടൈപ്പ് എന്ന് പറയുമ്പോൾ അതൊരു വർക്കിംഗ് മോഡലാണ്. വ്യാവസായിക അടിസ്ഥാനത്തിൽ നമുക്ക് അതിൽ നിന്നും ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുകയില്ല. പക്ഷേ അവരൊരു നിർമ്മാണ പ്രക്രിയയിലാണ്. ഇതിനാവശ്യമായിട്ടുള്ള ഒരു ന്യൂക്ലിയർ പവർ പ്ലാന്റ് ഗോബി മരുഭൂമിയിൽ അവർ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. 2029 60 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്ന ഒരു പവർ സ്റ്റേഷൻ അവർ കമ്മീഷൻ ചെയ്യുമെന്നാണ് പറയുന്നത്. 1828 ഒരു സ്വീഡിഷ് ഗവേഷകനായ ജോൺസ് ജേക്കബ് ബെഴ്സേലിയസ് ആണ് ആദ്യമായി തോറിയത്തെ കണ്ടെത്തുന്നത്. ഇത്രയധികം വർഷങ്ങൾ കഴിഞ്ഞിട്ടും പിന്നെ എന്തുകൊണ്ടാണ് അതിൽ നിന്ന് നമുക്ക് ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കാതെ പോകുന്നത്? ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുമെന്ന് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട് മാത്തമാറ്റിക്കലി. ഈ കാരണങ്ങളെ വിശദീകരിച്ചുകൊണ്ട് 2023 ജനുവരി മാസത്തിൽ ഒരു ശാസ്ത്ര പ്രബന്ധം പബ്ലിഷ് ചെയ്തിരുന്നു. 2 ശാസ്ത്ര പ്രബന്ധങ്ങളുടെയും ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് പരിശോധിക്കാം. ഈ പ്രബന്ധങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ വീഡിയോ നിർമ്മിക്കുന്നത്. ഒരു ആറ്റം എന്താണെന്ന് പോലും മനസ്സിലാക്കാൻ സാധിക്കാത്ത സാധാരണക്കാരനായിട്ടുള്ള ഒരു മനുഷ്യന് മനസ്സിലാക്കാൻ സാധിക്കുന്ന രീതിയിലാണ് ഞാൻ ഈ വീഡിയോ നിർമ്മിച്ചിരിക്കുന്നത്. അതിനുവേണ്ടിയുള്ള ശ്രമമാണ് ശരിക്കും ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. എന്താണ് തോറിയം എന്നും എന്താണ് റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ എന്നും അതിൽ നിന്നും ഇത്രയധികം ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാനുള്ള കാരണം എന്താണെന്നും അത് മനുഷ്യന് എന്തുകൊണ്ട് അപകടം ഉണ്ടാക്കുന്നില്ല എന്നും നമുക്ക് ഒന്ന് പരിശോധിച്ച് നോക്കാം. എന്താണ് റേഡിയോ ആക്റ്റീവ് എലമെന്റ്? അതെന്താണെന്ന് മനസ്സിലാക്കുന്നതിന് മുൻപ് ശരിക്കും ആറ്റം എന്താണെന്ന് മനസ്സിലാക്കണം. ഈ പ്രപഞ്ചത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഇവിടെ കാണാൻ സാധിക്കുന്ന സകല നോർമൽ മാറ്ററുകളും ആറ്റങ്ങൾ കൊണ്ട് സൃഷ്ടിച്ചിട്ടുള്ളതാണ്. ആറ്റങ്ങൾ കൂടി ചേർന്നിട്ടാണ് ആ പദാർത്ഥങ്ങളൊക്കെ തന്നെയും ഉണ്ടായിരിക്കുന്നത്. എന്തിനീ സംസാരിക്കുന്ന ഞാൻ പോലും ആറ്റങ്ങൾ കൊണ്ട്, വ്യത്യസ്തമായിട്ടുള്ള നിരവധി ആറ്റങ്ങൾ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടതാണ്. ഇവിടെ നോർമൽ മാറ്റർ എന്ന് എടുത്തു പറയണം. കാരണം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്ത ഇതിനേക്കാൾ കൂടുതൽ അളവിലുള്ള ഡാർക്ക് മാറ്റർ ഈ പ്രപഞ്ചത്തിൽ തന്നെ ഉണ്ട്. നമ്മുടെ വിഷയം ഡാർക്ക് മാറ്റർ അല്ല, നോർമൽ മാറ്റർ ആണ്. നോർമൽ മാറ്ററിലെ ആറ്റം, അതിൽ ഒരു ആറ്റത്തെ എടുക്കുക. ആ ആറ്റത്തിൻ്റെ ഉള്ളിൽ എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ആറ്റം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ന്യൂക്ലിയസ് കൊണ്ടും ആ ന്യൂക്ലിയസിനെ വലം വയ്ക്കുന്ന ഇലക്ട്രോൺ കൊണ്ടുമാണ്. ഒരു ന്യൂക്ലിയസ് ഒരു ഫുട്ബോൾ ഗ്രൗണ്ടിലെ നടുക്കിരിക്കുന്ന ഒരു കോയിനാണെന്ന് കരുതുക. ആ ഫുട്ബോൾ ഗ്രൗണ്ട് എന്ന് പറയുന്നത് ആറ്റമാണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ആ ഗ്രൗണ്ടിൽ ഈ കോയിന് ചുറ്റുമായിട്ടും പറന്നുകൊണ്ടിരിക്കുന്ന ഈച്ച ഇലക്ട്രോൺ ആണ്. നടുക്കിരിക്കുന്ന ആ കോയിനെ ഞാൻ എടുക്കുകയാണ്, ആ നാണയം എടുക്കുകയാണ്. അത് നമ്മുടെ ന്യൂക്ലിയസ് ആണ്.
ആ ന്യൂക്ലിയസ് 2 പദാർത്ഥങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതിലൊന്ന് ന്യൂട്രോൺ ആണ്, അതിൽ മറ്റൊന്ന് പ്രോട്ടോൺ ആണ്. പ്രോട്ടോണിന്റെ എണ്ണം അനുസരിച്ചിട്ടാണ് എലമെന്റുകൾ മാറുന്നത്. ഹൈഡ്രജനിൽ ഒരു പ്രോട്ടോൺ മാത്രമേ ഉള്ളൂ. അതിന്റെ ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 1 ആണ്. ഒരു പ്രോട്ടോൺ മാത്രമുള്ള ന്യൂക്ലിയസ് ആണെങ്കിൽ അത് തീർച്ചയായിട്ടും ഹൈഡ്രജൻ ആയിരിക്കും. അങ്ങനെ ഏതൊരു എലമെന്റ് എടുത്താലും, നൈട്രജനോ ഹൈഡ്രജനോ ഓക്സിജനോ ഏതൊരു എലമെന്റ് എടുത്താലും അതിൻ്റെ ഉള്ളിൽ ഒരു നിശ്ചിത അളവിലുള്ള പ്രോട്ടോണുകളുടെ എണ്ണമുണ്ട്. ആ പ്രോട്ടോൺ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാൻ പാടില്ല. അതിൻ്റെ എണ്ണത്തിൽ മാറ്റം സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നീട് ആ എലമെന്റ് അല്ല അവിടെ ഉള്ളത്, അത് മറ്റൊരു എലമെന്റ് ആയിട്ട് മാറുന്നതാണ്. ആറ്റത്തെ നമുക്ക് 2 ആയിട്ട് തരംതിരിക്കാം: സ്റ്റേബിൾ ആയിട്ടുള്ള ആറ്റം, അൺസ്റ്റേബിൾ ആയിട്ടുള്ള ആറ്റം. നമ്മൾ എങ്ങനെയാണ് നിൽക്കുന്നത്? നമ്മൾ 2 കാലുകളും നിലത്ത് ഉറപ്പിച്ചിട്ടാണ് നിൽക്കുന്നത്. അത് നമ്മുടെ സ്റ്റേബിൾ സ്റ്റേറ്റ് ആണ്. നമ്മൾ ഒറ്റക്കാലിൽ നിൽക്കുകയാണെങ്കിലോ, ഒറ്റക്കാലിൽ നിന്നുകൊണ്ട് തപസ് ചെയ്യുക എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ. അങ്ങനെ ഒറ്റക്കാലിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് എത്ര നേരം തപസ് ചെയ്യാൻ സാധിക്കും? അത് നമ്മുടെ അൺസ്റ്റേബിൾ സ്റ്റേറ്റ് ആണ്. നമ്മൾ സ്റ്റേബിൾ സ്റ്റേറ്റിലേക്ക് വരാനായിട്ട് ശ്രമിക്കും. 2 കാലുകളും നിലത്തേക്ക് ഉറപ്പിച്ച് നിൽക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നതാണ്. ആറ്റത്തിന്റെ കാര്യത്തിലും ഇത് ബാധകമാണ്. ആറ്റം അൺസ്റ്റേബിൾ ആയിട്ട് നിൽക്കും, സ്റ്റേബിൾ ആയിട്ട് നിൽക്കും. പക്ഷേ അൺസ്റ്റേബിൾ ആയിട്ടാണ് നിൽക്കുന്നതെങ്കിൽ അത് സ്റ്റേബിൾ ആയിട്ട് മാറാൻ വേണ്ടിയുള്ള ടെൻഡൻസി എപ്പോഴും കാണിക്കുന്നതാണ്. എന്താണ് ഈ അൺസ്റ്റേബിൾ ആയിട്ടുള്ള ആറ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആറ്റത്തിന്റെ മധ്യഭാഗത്തുള്ള ന്യൂക്ലിയസിൽ ന്യൂട്രോണും പ്രോട്ടോണും ഉള്ള കാര്യം ഞാൻ പറഞ്ഞു. ന്യൂട്രോണിന്റെയും പ്രോട്ടോണിന്റെയും എണ്ണം തുല്യമാണെങ്കിൽ, ഒരുപോലെയാണെങ്കിൽ അത് സ്റ്റേബിൾ ആയിട്ടുള്ള ആറ്റമാണ്. ഒരു ന്യൂക്ലിയസിൽ അടങ്ങിയിരിക്കുന്ന പ്രോട്ടോണിന്റെ എണ്ണം 10ഉം ന്യൂട്രോണിന്റെ എണ്ണം 20ഉം ആണെങ്കിൽ അത് സ്റ്റേബിൾ അല്ല. അത് രണ്ടും തുല്യമാക്കാനായിട്ട് 10-10 ആക്കാനായിട്ട് ആ ആറ്റം ശ്രമിക്കുന്നതാണ്, സ്റ്റേബിൾ ആകാനായിട്ട് ശ്രമിക്കുന്നതാണ്. എങ്ങനെയാണ് അത് സ്റ്റേബിൾ ആകാൻ ശ്രമിക്കുന്നത്? പ്രധാനമായിട്ടും 3 തരത്തിലുള്ള റേഡിയോ ആക്റ്റീവ് ഡീക്കേയിലൂടെയാണ് അത് സ്റ്റേബിൾ ആകാനായിട്ട് ശ്രമിക്കുന്നത്. ഒന്ന് ആൽഫ ഡീക്കെ, മറ്റൊന്ന് ബീറ്റ ഡീക്കെ, മൂന്നാമത്തത് ഗാമ ഡീക്കെ. ഇത് 3ഉം റേഡിയേഷനുകളാണ്. ഒരു ആൽഫ ഡീക്കെ സംഭവിക്കുമ്പോൾ ന്യൂക്ലിയസിന്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന 2 പ്രോട്ടോണുകളും 2 ന്യൂട്രോണുകളും ഊർജമായിട്ട്, റേഡിയേഷനായിട്ട് വെളിയിലേക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതാണ്. ഇനി ബീറ്റ ഡീക്കെ ആണ് സംഭവിക്കുന്നതെങ്കിൽ ന്യൂക്ലിയസിൽ അടങ്ങിയിരിക്കുന്ന ഒരു ന്യൂട്രോൺ ഒരു പ്രോട്ടോണായി മാറുന്നു. അതിനോടൊപ്പം തന്നെ ഒരു ഇലക്ട്രോണിനെ വെളിയിലേക്ക് എമിറ്റ് ചെയ്യുന്നു. ഇനി ഗാമ റേഡിയേഷൻ ആണ് സംഭവിക്കുന്നതെങ്കിൽ അവിടെ വലിയ അളവിലുള്ള ഫോട്ടോൺസ് ആയിരിക്കും ഉണ്ടാവുക. ഫോട്ടോൺസ് എന്ന് പറയുമ്പോൾ പ്രകാശമാണ്. ഈ റേഡിയേഷന്റെ ഊർജത്തിന്റെ തീവ്രതയും ഏറ്റവും കൂടുതൽ ഗാമ റേഡിയേഷൻ ആണ്. ഗാമ റേഡിയേഷന് ഏറ്റവും കൂടുതൽ ഊർജ്ജമുണ്ട് ബീറ്റയ്ക്കാണ്. അതിനുശേഷമുള്ള ഊർജ്ജം ആൽഫയ്ക്കാണ് ഏറ്റവും കുറഞ്ഞ ഊർജ്ജമുള്ളത്. ഗാമ റേഡിയേഷൻ സാധാരണഗതിയിൽ ഉണ്ടാകുന്നത് ആൽഫ റേഡിയേഷനും ബീറ്റ റേഡിയേഷനും വന്നതിന് ശേഷം മാത്രമായിരിക്കും. നമുക്കൊരു ഉദാഹരണം എടുക്കാം. യുറേനിയം 238 എന്ന ഒരു റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ അല്ലെങ്കിൽ എലമെന്റ്. അവിടെ 238 എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിന്റെ മാസ് നമ്പറാണ്. മാസ് നമ്പർ എന്ന് പറയുന്നത് ന്യൂക്ലിയസിൽ അടങ്ങിയിരിക്കുന്ന പ്രോട്ടോണിന്റെയും ന്യൂട്രോണിന്റെയും മൊത്തത്തിലുള്ള എണ്ണമാണ്. യുറേനിയത്തിന് എല്ലായ്പ്പോഴും 92 പ്രോട്ടോൺസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അതിലൊരിക്കലും മാറ്റം സംഭവിക്കുകയില്ല. 92 എന്നുള്ളത് 93 ആയി കഴിഞ്ഞാൽ പീരിയോഡിക് ടേബിളിലെ ആ യുറേനിയത്തിന്റെ റൈറ്റ് സൈഡിലുള്ള എലമെന്റ് ആയിട്ട് അത് മാറും. എണ്ണം കൂടുന്നതനുസരിച്ച് റൈറ്റ് സൈഡിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന എലമെന്റുകളായിട്ട് മാറുകയാണ്. എണ്ണം കുറയുന്നതനുസരിച്ച് അതിന്റെ ലെഫ്റ്റ് സൈഡിലുള്ള എലമെന്റുകളായിട്ട് അത് മാറും. അതായത് ഒരു എലമെന്റിന്റെ അല്ലെങ്കിൽ ഒരു ആറ്റത്തിന്റെ ഇന്റഗ്രിറ്റി അല്ലെങ്കിൽ അതിന്റെ അസ്തിത്വം എന്ന് പറയുന്നത് അതിലെ പ്രോട്ടോണുകളുടെ എണ്ണമാണ്. യുറേനിയത്തിന്റെ കാര്യത്തിൽ അത് എല്ലായ്പ്പോഴും 92 ആണ്. ആ 92 എന്നുള്ളത് ഒരിക്കലും മാറുന്നതല്ല. അങ്ങനെയാണെങ്കിൽ യുറേനിയം 238-ൽ എത്രത്തോളം ന്യൂട്രോൺസ് ഉണ്ടെന്ന് നമുക്കറിയാം. 238-ൽ നിന്നും ഈ 92 കുറച്ചാൽ മതി. അതായത് 146 ന്യൂട്രോണുകളാണ് അടങ്ങിയിരിക്കുന്നത്. 92 പ്രോട്ടോണും 146 ന്യൂട്രോണും. അപ്പോൾ എന്തുമാത്രം അൺസ്റ്റേബിൾ ആണ് ഈ ആറ്റം എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. യുറേനിയം 238 മാത്രമല്ല, യുറേനിയത്തിന്റെ വേറെയും രൂപമുണ്ട്. മറ്റൊരു രൂപമാണ് യുറേനിയം 235. യുറേനിയം 235-ലും ഞാൻ പറഞ്ഞതുപോലെ പ്രോട്ടോണിന്റെ എണ്ണത്തിൽ മാറ്റം സംഭവിക്കുന്നില്ല. അത് 92 മാത്രമാണ്. പക്ഷേ ന്യൂട്രോണിന്റെ എണ്ണത്തിൽ വ്യത്യാസം വരുന്നുണ്ട്. അതുകൊണ്ടാണ് അതിന്റെ മാസ് നമ്പർ 235 മാറിയത്. 143 ന്യൂട്രോണുകളാണ് യുറേനിയം 235-ൽ അടങ്ങിയിരിക്കുന്നത്. ഇങ്ങനെ ഒരേ ആറ്റത്തിന്റെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള മാസ് നമ്പറിലുള്ള അതിന്റെ നിലനിൽപ്പിനെയാണ് നമ്മൾ ഐസോടോപ്പുകൾ കൊണ്ട് വിശേഷിപ്പിക്കുന്നത്. ഉദാഹരണത്തിന് നമുക്കൊരു കാർ എടുക്കാം.
ഒരു പ്രത്യേക മോഡലിലുള്ള ഒരു കാറ്. മാരുതി സുസുക്കിയുടെ സിയാസ് എന്ന ഒരു കാർ സങ്കല്പിക്കുക. അതിൻ്റെ തന്നെ പല വേർഷൻസ് അവൈലബിൾ ഉണ്ട്. പല ഫീച്ചറുകളിൽ വ്യത്യാസം വരുന്ന മാരുതി സിയാസുകളുണ്ട്. പെട്രോൾ എഞ്ചിനുള്ള സിയാസ് ഉണ്ട്, അതുപോലെ ഡീസൽ എഞ്ചിനുള്ള സിയാസ് ഉണ്ട്. പിന്നെ കൂടുതൽ ഫെസിലിറ്റീസ് ഉള്ള ഇതേ സിയാസ് കാറുകൾ തന്നെ ഉണ്ട്. അതായത് ഒരു മോഡലിൽ തന്നെ പല പല വേർഷൻസ് ഉണ്ട്. അതാണ് ഈ ഐസോടോപ്പുകൾ. യുറേനിയം തന്നെയാണ്, പക്ഷേ അതിൻ്റെ മാസ് നമ്പർ അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന ന്യൂട്രോണിൻ്റെ എണ്ണത്തിൽ വ്യത്യാസമുണ്ട്. ഇനി നമുക്ക് ന്യൂക്ലിയർ റിയാക്ടറിലേക്ക് പോകാം. അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് ഒന്ന് പരിശോധിച്ച് നോക്കാം. അവിടെ നടക്കുന്ന പ്രതിഭാസത്തിൻ്റെ പേര് ന്യൂക്ലിയർ ഫിഷൻ എന്നാണ്. അതായത് വളരെയധികം ഹെവിയർ ആയിട്ടുള്ള, വളരെയധികം ഭാരമേറിയിട്ടുള്ള റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള എലമെൻറ്റുകൾ, ഉദാഹരണത്തിന് യുറേനിയം 238, ആ എലമെൻറ്റുകളെ നമ്മൾ ചെറിയ എലമെൻറ്റുകളായിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യുകയാണ്. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് വളരെയധികം ഊർജ്ജസ്വലരായിട്ടുള്ള ന്യൂട്രോണുകളെയാണ്. കുറച്ച് ന്യൂട്രോണുകളെ ഉപയോഗിച്ചിട്ട് ഈ ഹെവിയർ ആയിട്ടുള്ള എലമെൻറ്റുകളെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് ചെറിയ എലമെൻറ്റുകളാക്കി മാറ്റുന്നു, താരതമ്യേന ചെറിയ എലമെൻറ്റുകളാക്കി മാറ്റുന്നു. അതിനോടൊപ്പം തന്നെ വലിയ അളവിലുള്ള ഊർജ്ജം അവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുകയാണ്. അതിനും പുറമെ ധാരാളമായി ന്യൂട്രോൺസും ഉണ്ടാകുന്നുണ്ട്. ആ ന്യൂട്രോണുകൾ അവശേഷിക്കുന്ന മറ്റ് ഹെവിയർ എലമെൻറ്റുകളുമായിട്ട് കൂടിച്ചേർന്ന് വീണ്ടും ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നു, വീണ്ടും കൂടുതൽ ന്യൂട്രോൺസ് ഉണ്ടാകുന്നു. അപ്പോൾ ഓരോ പ്രക്രിയ കഴിയുമ്പോഴും ഈ ന്യൂട്രോണിൻ്റെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. അതിനെ തുടർന്ന് ഓരോ ഘട്ടം കഴിയുമ്പോഴും ഉൽപ്പാദിപ്പിക്കുന്ന ഊർജ്ജവും ഗണ്യമായി വർദ്ധിച്ചുകൊണ്ട് വരികയാണ്. അതങ്ങനെ തുടർന്നു പോവുകയാണെങ്കിൽ വലിയൊരു സ്ഫോടനത്തിലാണ് അത് കലാശിക്കുന്നത്. അത് ഒഴിവാക്കാനായിട്ട് ഈ ന്യൂട്രോൺസിനെ കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മൾ കൺട്രോൾ റോഡുകളും ഉപയോഗിക്കുന്നുണ്ട്. യുറേനിയം 238 നമ്മളുടെ ഭൂമിയിൽ നിന്നും നമുക്ക് ഖനനം ചെയ്തെടുക്കാൻ പറ്റുന്ന യുറേനിയത്തിൻ്റെ 99.3% ഈ യുറേനിയം 238 ആണ്. പക്ഷേ യുറേനിയം 238 ഒരു പ്രശ്നമുണ്ട്. ഇതുപയോഗിച്ചിട്ട് ഞാൻ മുമ്പ് പറഞ്ഞ ആ ചെയിൻ റിയാക്ഷൻ ഉണ്ടാക്കാൻ സാധിക്കുന്നതല്ല. അതായത് യുറേനിയം 238 ഉപയോഗിച്ചിട്ട് ഇത്രയും വലിയ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുകയില്ല. ഭൂമിയിൽ നിന്ന് കിട്ടുന്ന മൊത്തം യുറേനിയത്തിൻ്റെ 0.7% അത്ര മാത്രമേ യുറേനിയം 235 ഉള്ളൂ. ആ യുറേനിയം 235 ഉപയോഗിച്ചിട്ട് ചെയിൻ റിയാക്ഷൻ ഉണ്ടാക്കിയെടുക്കാം. പക്ഷേ ഈ യുറേനിയം 235 വളരെ കുറച്ചളവിൽ മാത്രമല്ലേ ഉള്ളൂ. അത് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് നമുക്ക് ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുക? അത് ലഭ്യമാക്കുക പോലും വളരെയധികം പ്രയാസമുള്ള കാര്യമാണ്. അവിടെയാണ് ഗവേഷകരുടെ ഇടപെടൽ ഉണ്ടാകുന്നത്. ചെയിൻ റിയാക്ഷൻ ഉണ്ടാക്കാൻ സാധിക്കാത്ത യുറേനിയം 238നെ ചെയിൻ റിയാക്ഷൻ ഉണ്ടാക്കാൻ സാധിക്കുന്ന മറ്റ് എലമെൻ്റാക്കി മാറ്റിയെടുക്കാൻ ഗവേഷകർക്ക് സാധ്യമായി. അത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് ഒരു അനാലജി എടുക്കാം. നമ്മുടെ ചപ്പാത്തി എടുക്കാം. ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഗോതമ്പ് പൊടിയാണ്. ആ ഗോതമ്പ് പൊടി മാത്രമായിട്ട് നമ്മൾ കയ്യിലിട്ട് ഉരുട്ടിക്കഴിഞ്ഞാൽ അതൊരു ഉണ്ടയുടെ രൂപത്തിലേക്ക് മാറത്തില്ല. അതിന് പരസ്പരം ചേർത്ത് നിൽക്കാനുള്ള ഒരു ശക്തിയൊന്നുമില്ല. എന്നാൽ അതിലേക്ക് നമ്മൾ അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിലോ, വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്ക് പല ഉണ്ടകളാക്കി മാറ്റാം. പിന്നെ അത് പരത്തി ചപ്പാത്തിയാക്കി മാറ്റാം. ഏതാണ്ട് ഇതേ പ്രോസസ്സ് തന്നെയാണ് യുറേനിയം 238ലും ഗവേഷകർ നടപ്പിലാക്കുന്നത്. അതിലേക്ക് അല്പം ന്യൂട്രോണിനെ കൊടുക്കുകയാണ്. ഇവിടെ ന്യൂട്രോൺ ജലം പോലെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് കരുതി ന്യൂട്രോൺ ജലമാണെന്നൊന്നും ചിന്തിക്കരുത്. മനസ്സിലാക്കാൻ വേണ്ടി ഞാനൊരു അനാലജി എടുത്തു എന്ന് മാത്രം. ഈ യുറേനിയം 238 എന്ന് പറയുന്ന ഗോതമ്പ് പൊടിയിലേക്ക് ന്യൂട്രോൺ എന്ന ജലത്തെ നമ്മൾ ഇടുകയാണ്. അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ചെയിൻ റിയാക്ഷൻ തരുന്ന രീതിയിലേക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. ഇവിടെ ശരിക്കും എന്താണ് സംഭവിക്കുന്നത്? യുറേനിയം 238ലേക്ക് ഒരു ന്യൂട്രോണിനെ കൊടുക്കുന്നു. ആ ന്യൂട്രോണിനെ യുറേനിയം 238 അബ്സോർബ് ചെയ്യുകയാണ്. ആ ന്യൂട്രോണിനെ അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ബീറ്റ ഡീകെ സംഭവിക്കും. ബീറ്റ ഡീകെ എന്ന് പറയുന്നത് ന്യൂട്രോൺ പ്രോട്ടോൺ ആയിട്ട് മാറും. അതിന് പുറമെ ഒരു ഇലക്ട്രോണിനെ വെളിയിലേക്ക് അത് എമിറ്റ് ചെയ്യും. അതായത് ഇപ്പോൾ ഈ യുറേനിയം 238ൻ്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന പ്രോട്ടോണിൽ ഒരു വർധനവ് സംഭവിച്ചിട്ടുണ്ട്. പ്രോട്ടോണിൽ ഒരു വർധനവ് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ആ യുറേനിയം അല്ല. യുറേനിയം എന്ന് പറയുന്ന എലമെൻറ്റിൻ്റെ സ്വഭാവം തന്നെ മാറി. ഞാൻ പറഞ്ഞു, പ്രോട്ടോണുകളുടെ എണ്ണം അല്ലെങ്കിൽ ആറ്റോമിക് നമ്പറാണ് ഈ എലമെൻറ്റുകളുടെ അസ്തിത്വം എന്ന് പറയുന്നത്. അത് മാറിക്കഴിഞ്ഞാൽ പിന്നെ ആ എലമെൻറ്റ് തന്നെയല്ല, അത് വേറൊരു എലമെൻ്റായിട്ട് മാറും. ഒരു പ്രോട്ടോൺ വർദ്ധിച്ചിരിക്കുകയാണ്. 92 യുറേനിയത്തിൻ്റെ ആറ്റോമിക് നമ്പർ അല്ലെങ്കിൽ പ്രോട്ടോണുകളുടെ എണ്ണം. അതൊന്ന് വർദ്ധിച്ചു കഴിഞ്ഞാൽ 93 മാറും. 93 മാറിക്കഴിഞ്ഞാൽ പീരിയോഡിക് ടേബിളിലെ യുറേനിയത്തിൻ്റെ റൈറ്റ് സൈഡിലുള്ള നെപ്റ്റ്യൂണിയം എന്ന ഒരു എലമെൻ്റ് ആയിട്ട് മാറുകയാണ്. അതിൻ്റെ ആറ്റോമിക് നമ്പറാണ് 93.
യുറേനിയം 238 അടുത്ത സ്റ്റെപ്പിൽ തന്നെ നെപ്റ്റ്യൂണിയം 239 ആയിട്ട് മാറുകയല്ല. അതിന് ഇടയിൽ ഒരു സ്റ്റേറ്റ് ഉണ്ട്, യുറേനിയം 239 എന്ന ഒരു സ്റ്റേറ്റ്. ഒരു ന്യൂട്രോൺ യുറേനിയം 238ലേക്ക് വരികയല്ലേ, ന്യൂട്രോൺ അവിടേക്ക് എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലുള്ള ന്യൂട്രോണിൽ ഒരു വർധനവാണ് ആദ്യഘട്ടത്തിൽ സംഭവിക്കുന്നത്. അതായത് ന്യൂട്രോണിൻ്റെ എണ്ണം ഒന്ന് വർദ്ധിച്ചു, പ്രോട്ടോൺ അതേപടി തന്നെ തുടരുകയാണ്. ന്യൂട്രോണിൻ്റെ എണ്ണം ഒന്ന് വർദ്ധിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മാസ് നമ്പർ ഒന്ന് വർദ്ധിക്കുന്നതാണ്. കാരണം മാസ് നമ്പർ എന്ന് പറയുന്നത് ന്യൂട്രോണുകളുടെയും പ്രോട്ടോണുകളുടെയും എണ്ണമാണ്. അതിൽ ന്യൂട്രോൺ ഒന്ന് വർദ്ധിച്ചു, 238 ആയിരുന്നു മാസ് നമ്പർ. ഒരു ന്യൂട്രോൺ വർദ്ധിക്കുമ്പോൾ മാസ് നമ്പർ 239 ആകുന്നു. അപ്പോൾ യുറേനിയം 239 എന്ന് പറയുന്ന ഒരു എലമെന്റ് കുറച്ച് നേരത്തേക്ക് മാത്രം നിലനിൽക്കുന്നുണ്ട്. കാരണം അത് വളരെയധികം അൺസ്റ്റേബിൾ ആണ്. വളരെ പെട്ടെന്ന് തന്നെയാണ് അവിടെ ബീറ്റ ഡീകെ എന്ന് പറയുന്ന പ്രതിഭാസം സംഭവിക്കുന്നത്. അതായത് ഒരു ഇലക്ട്രോൺ വെളിയിലേക്ക് പോകുന്നു, അത് നെപ്റ്റ്യൂണിയം 239 ആയിട്ട് മാറുകയാണ്. ഈ നെപ്റ്റ്യൂണിയം 239 വളരെയധികം അൺസ്റ്റേബിൾ ആണ്. അതിനങ്ങനെ നിലനിൽക്കാൻ സാധിക്കുകയില്ല. പെട്ടെന്ന് തന്നെ അവിടെ വീണ്ടും ഒരു ബീറ്റ ഡീകെ സംഭവിക്കും. ഒരു ന്യൂട്രോൺ ഒരു പ്രോട്ടോണായി മാറുന്നു, ഇലക്ട്രോണിനെ വെളിയിലേക്ക് എമിറ്റ് ചെയ്യുന്നു. പ്രോട്ടോണിന്റെ എണ്ണം വീണ്ടും വർദ്ധിച്ചു. പ്രോട്ടോണിന്റെ എണ്ണം വീണ്ടും വർദ്ധിക്കുകയാണെങ്കിൽ അത് പീരിയോഡിക് ടേബിളിലെ അടുത്ത എലമെന്റ്, റൈറ്റ് സൈഡിലുള്ള അടുത്ത എലമെന്റ് ആയിട്ട് മാറുന്നു. ഒരു പ്രോട്ടോൺ കൂടുതലുള്ള പ്ലൂട്ടോണിയമായിട്ട് മാറുകയാണ്. പ്ലൂട്ടോണിയത്തിന്റെ ആറ്റോമിക് നമ്പർ 94 ആണ്. ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന പ്ലൂട്ടോണിയം 239 അത് ഫിസിലാണ്. അതായത് അതിന് ചെയിൻ റിയാക്ഷൻ ഉണ്ടാക്കാൻ സാധിക്കും. അതിലേക്ക് നമ്മൾ അല്പം ന്യൂട്രോണുകളെ കൊടുക്കുകയാണെങ്കിൽ ആ ന്യൂട്രോണുകളെ വലിച്ചെടുത്തിട്ട് അത് താരതമ്യേന ഭാരക്കുറവുള്ള മറ്റ് എലമെന്റുകളായിട്ട് വിഘടിച്ചു മാറും. അതിനോടൊപ്പം വലിയ അളവിലുള്ള ഊർജം അവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുകയാണ്. മാത്രമല്ല ഇത് ഫിസിലായതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് ന്യൂട്രോൺസും സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. അതാണ് ഇവിടുത്തെ കീ. ആ ന്യൂട്രോണുകൾക്ക് കൂടുതൽ പ്ലൂട്ടോണിയവുമായിട്ട് കൂടിച്ചേർന്ന് കൂടുതൽ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാനും കൂടുതൽ ന്യൂട്രോൺസിനെ ഉൽപ്പാദിപ്പിക്കാനും സാധ്യമാകുന്നു. ആ പ്രക്രിയ അങ്ങനെ പോവുകയാണ്. അതിലൂടെ അതിഭീകരമായ അളവിലുള്ള വൈദ്യുത ഊർജ്ജമാണ് നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഇവിടെ ഒരു വലിയ പ്രശ്നമുണ്ട്. ഈ പ്ലൂട്ടോണിയം ഇങ്ങനെ വിഘടിച്ച് മാറുന്നതിനിടയിൽ കുറേയധികം ബൈ പ്രോഡക്റ്റുകൾ ഉണ്ടാകുന്നുണ്ട്. അത് വളരെയധികം അപകടമാണ്. മനുഷ്യരാശിക്ക് മാത്രമല്ല, ഈ പ്രപഞ്ചത്തിന് തന്നെ വലിയ ആപത്തായിട്ട് മാറുന്നു. ഇവിടെ ഉണ്ടാകുന്ന ട്രാൻസ് യുറാനിക് വേസ്റ്റുകൾ നെപ്റ്റ്യൂണിയം 237, അമേരിക്കം 241, പ്ലൂട്ടോണിയം 239. ഇതിൽ പലതും ഒരുപാട് വർഷങ്ങൾ ഇവിടെ നീണ്ടു നിൽക്കും. ഉദാഹരണത്തിന് നെപ്റ്റ്യൂണിയം, അതിൻ്റെ ഹാഫ് ലൈഫ് ടൈം എന്ന് പറയുന്നത് 20 ലക്ഷം വർഷമാണ്. 20 ലക്ഷം വർഷം അത് അതിഭീകരമായിട്ടുള്ള റേഡിയേഷൻ വെളിയിലേക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും. അതായത് മനുഷ്യരാശി ഇവിടെ ഇല്ലാതെ ആയാലും ആ നെപ്റ്റ്യൂണിയത്തിൻ്റെ വീര്യം അതേപടി തുടർന്നു പോകുന്നതാണ്. ഇവിടെ എന്തിനാണ് ഞാൻ ഹാഫ് ലൈഫ് ടൈം എന്ന് പറയുന്നത്? ആ പേരിൽ തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. അതായത് അതിൻ്റെ പകുതിയോളം ആറ്റംസ് ഡീകേ ചെയ്തു പോകുന്നു. ഡീകേ ചെയ്യുന്ന സമയത്താണ് വെളിയിലേക്ക് ഭീകരമായിട്ടുള്ള റേഡിയേഷൻ ഉണ്ടാകുന്നത്. പൂർണ്ണമായിട്ടും ഡീകേ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല, പിന്നീട് വെളിയിലേക്ക് റേഡിയേഷൻ വരുന്നില്ല. പക്ഷേ എന്തുകൊണ്ട് ഞാൻ ഫുൾ ലൈഫ് ടൈം പറയാതെ ഹാഫ് ലൈഫ് ടൈം പറഞ്ഞത്? അത് മനസ്സിലാക്കാനായിട്ട് നമുക്കൊരു സോസ് പാനിൽ കുറച്ച് പാലെടുക്കാം. അത് സ്റ്റൗവിൽ വെച്ചതിന് ശേഷം ഞാൻ ബേർണർ ഉപയോഗിച്ച് കത്തിക്കുകയാണ്. പിന്നീട് കുറച്ച് സമയം കഴിയുമ്പോൾ എന്തായാലും അത് തിളച്ച് വെളിയിലേക്ക് തൂകും. നമുക്കൊരു നിശ്ചിത സമയം പറയാൻ പറ്റും. ആ നിശ്ചിത സമയം സംഭവിക്കുമ്പോൾ അതിലടങ്ങിയിരിക്കുന്ന പകുതി പാലോളം വെളിയിലേക്ക് തൂകിപ്പോകും. പക്ഷേ നമുക്ക് പൂർണ്ണമായിട്ടും അതിലുള്ള പാല് എപ്പോഴാണ് തൂകിപ്പോകുന്നതെന്ന് പറയാൻ സാധിക്കുകയില്ല. പകുതി എപ്പോൾ തൂകിപ്പോകുമെന്ന് പറയാൻ സാധിക്കും. അങ്ങനെ നിങ്ങൾ എടുക്കുക. അതുതന്നെയാണ് റേഡിയോ ആക്റ്റീവ് ഡീകേയിലും സംഭവിക്കുന്നത്. പൂർണ്ണമായിട്ടും അതിലുള്ള എലമെന്റുകൾ എപ്പോഴാണ് ഡീകേ ചെയ്ത് ഇല്ലാതെയാകുന്നതെന്ന് നമുക്ക് പറയാൻ സാധിക്കുകയില്ല. പക്ഷേ അതിൽ പകുതിയോളം വരുന്ന ആറ്റം ഡീകേ ചെയ്ത് മറ്റ് എലമെന്റുകളായിട്ട് മാറുന്നതെന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഹാഫ് ലൈഫ് ടൈം ഉപയോഗിച്ചിട്ടാണ് ആറ്റങ്ങളുടെ ഈ ഡീകേയെ നമ്മൾ വിവരിക്കുന്നത്. ഈ 20 ലക്ഷം വർഷവും നെപ്റ്റ്യൂണിയത്തിൽ നിന്നും ഭീകരമായ അളവിലുള്ള റേഡിയേഷനാണ് വന്നുകൊണ്ടിരിക്കുക. ആ റേഡിയേഷൻ കോൺക്രീറ്റിനെയും തുളച്ച് മനുഷ്യ ശരീരത്തിലൂടെ കടന്നു പോകാനുള്ള സാധ്യതയുണ്ട്. മനുഷ്യ ശരീരത്തിലെ DNA-യിൽ വന്ന് കൂട്ടിയിടിക്കാനുള്ള സാധ്യതയുണ്ട്. DNA എന്നല്ല, എല്ലാ പദാർത്ഥങ്ങളും ആറ്റങ്ങൾ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടതാണ്. അതായത് ഈ DNA-യുടെ ഉള്ളിലും ആറ്റമുണ്ട്. ആ ആറ്റത്തിന് ചുറ്റുമായിട്ട് വലം വയ്ക്കുന്ന ഇലക്ട്രോണുകളുമുണ്ട്. ഇങ്ങനെ ഒരു റേഡിയേഷൻ കടന്നു പോയി കഴിഞ്ഞാൽ അവിടെയുള്ള ഒരു ഇലക്ട്രോണെ അതിൽ നിന്ന് പുറത്താക്കാൻ സാധിക്കും. അതായത് ഇപ്പോൾ DNA-യിൽ ഉള്ളത് കേടുപാട് സംഭവിച്ച ഒരു ആറ്റമാണ്. കേടുപാട് സംഭവിച്ചു കഴിഞ്ഞാൽ
ചിലപ്പോൾ അത് സ്വയം റിപ്പയർ ചെയ്യപ്പെടും, അല്ലെങ്കിൽ അത് ആ കേടുപാടോടുകൂടി തന്നെ അവിടെ തുടർന്നു പോകും. ചിലപ്പോൾ റിപ്പയർ ചെയ്യുന്നത് തെറ്റായ രീതിയിലായിരിക്കാം. അങ്ങനെ തെറ്റായ രീതിയിൽ റിപ്പയർ ചെയ്യപ്പെട്ടാലോ അല്ലെങ്കിൽ റിപ്പയർ ചെയ്യാതെ അതങ്ങനെ തുടർന്നു പോവുകയോ ചെയ്തു കഴിഞ്ഞാൽ അവിടെ മ്യൂട്ടേഷൻ സംഭവിക്കുകയാണ്, DNA-യിൽ മ്യൂട്ടേഷൻ സംഭവിക്കുകയാണ്. ഇത് ഡയറക്റ്റ് ആയിട്ടുള്ള ഇമ്പാക്റ്റ് ആണ്. ഇൻഡയറക്റ്റ് ആയിട്ടും ഇമ്പാക്റ്റ് സംഭവിക്കാം. ഇനിയിപ്പോൾ DNA-യിലല്ല അത് കൂട്ടിമുട്ടുന്നതെന്ന് കരുതുക, സെല്ലിലാണ്. സെല്ലിൻ്റെ ഉള്ളിൽ ജലം അടങ്ങിയിട്ടുണ്ട്. ആ ജലത്തിലൂടെയാണ് ഈ റേഡിയേഷൻ കടന്നു പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ജലത്തിൽ അടങ്ങിയിരിക്കുന്ന ആറ്റത്തിലെ ഇലക്ട്രോണിനെ റീപ്ലേസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അത് അയോൺസ് ആയിട്ട് മാറും, അല്ലെങ്കിൽ അത് ഫ്രീ റാഡിക്കൽസ് ആയിട്ട് മാറും. ഇങ്ങനെ ഉണ്ടാകുന്ന ഫ്രീ റാഡിക്കൽസിന് DNA-യുമായിട്ട് കൂട്ടിയിടിച്ച് അവിടെ അടങ്ങിയിരിക്കുന്ന ഇലക്ട്രോണിനെ റീപ്ലേസ് ചെയ്യാൻ സാധിക്കും. അങ്ങനെയും അവിടെ മ്യൂട്ടേഷൻ സംഭവിക്കും. DNA-യിൽ ജീനുകൾ അടങ്ങിയിട്ടുണ്ട്. ജീനിന് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന കോശത്തിന്റെ വളർച്ചയെ നിയന്ത്രിക്കാൻ സാധിക്കും. കോശങ്ങൾ വളരേണ്ടതാണ്, പക്ഷേ അനിയന്ത്രിതമായിട്ട് അത് വളരാൻ പാടില്ല. അതിനെ തടയിടുന്നത് ജീനുകളാണ്. പക്ഷേ ആ ജീനുകൾക്ക് മ്യൂട്ടേഷൻ സംഭവിക്കുകയാണെങ്കിൽ ഇങ്ങനെ ക്യാൻസറസ് ആയിട്ട് വളരുന്ന സെല്ലുകളുടെ ആ വളർച്ചയ്ക്ക് തടയിടാൻ അതിന് സാധ്യമാവുകയില്ല. അങ്ങനെയാണ് ക്യാൻസർ എന്ന രോഗം ഉണ്ടാകുന്നത്. പക്ഷേ ഈ ഒരു പ്രശ്നം തോറിയത്തിനില്ല. തോറിയം 232 ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ ലഭ്യമാകുന്ന തോറിയത്തിന്റെ ഐസോടോപ്പ്. അത് ധാരാളമായിട്ട് നമുക്ക് ലഭ്യമാകും, യുറേനിയത്തേക്കാൾ കൂടുതലായിട്ട് ലഭ്യമാകും. അതുകൊണ്ട് തന്നെ അതിൻ്റെ വിലയിൽ കുറവുണ്ടായിരിക്കുന്നതാണ്, കൂടുതലായിട്ട് ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്നതാണ്. പക്ഷേ യുറേനിയം 238 പോലെ തന്നെ തോറിയം 232ഉം ഫിസിലല്ല, അതായത് അത് ചെയിൻ റിയാക്ഷൻ ഉണ്ടാക്കിയെടുക്കുകയില്ല. തോറിയം 232വിനെ നമുക്ക് യുറേനിയം 233 ആക്കി എടുക്കാൻ സാധിക്കും. യുറേനിയം 233 വലിയ പ്രത്യാഘാതങ്ങളൊന്നും സൃഷ്ടിക്കുകയില്ല. തീർച്ചയായിട്ടും അവിടെ ന്യൂക്ലിയർ വേസ്റ്റ് ഉണ്ടാകുന്നുണ്ട്, പക്ഷേ ഇവിടെ ഉണ്ടാകുന്ന ന്യൂക്ലിയർ വേസ്റ്റിന്റെ ഹാഫ് ലൈഫ് ടൈം വളരെയധികം കുറവാണ്. ഉദാഹരണത്തിന് അയഡിൻ, സീസിയം, സ്ട്രോൺഷ്യം, ടെക്നീഷ്യം തുടങ്ങിയവയുടെ ഐസോടോപ്പുകൾ. ഈ ഐസോടോപ്പിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന്റെ ഹാഫ് ലൈഫ് ടൈം ഏതാനും നിമിഷങ്ങൾ മുതൽ ഏതാനും വർഷങ്ങൾ വരെ മാത്രമാണ്. അതായത് കുറച്ച് നാളുകൾ കൊണ്ട് തന്നെ അതിന്റെ വീര്യം ഇല്ലാതെയാകും. കൂടാതെ ഇത് അത്രയധികം ഭീകരമായിട്ടുള്ള റേഡിയേഷനുകളൊന്നും ഉണ്ടാക്കുന്നതുമല്ല. പക്ഷെ എന്തുകൊണ്ടാണ് ഇപ്പോഴും നമുക്ക് തോറിയം 232വിൽ നിന്നും ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കാതെ പോകുന്നത്? അതിന്റെ കാരണം ഈ തോറിയം 232വിനെ യുറേനിയം 233 ആക്കി മാറ്റാനുള്ള ഒരു പ്രക്രിയയാണ്. ആ പ്രക്രിയ കുറച്ച് കോംപ്ലക്സ് ആണ്, അല്പം ട്രിക്കിയാണ്. അതിന് ആവശ്യമായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് വേണം. ശാസ്ത്രമേഖല എപ്പോഴും വികസിച്ചുകൊണ്ടിരിക്കുകയാണ്, പക്ഷേ ഈ ന്യൂക്ലിയർ ഫീൽഡിൽ വികസിച്ചുകൊണ്ടിരിക്കുന്നത് യുറേനിയം ബേസ്ഡ് ആണ്. യുറേനിയത്തെ എങ്ങനെ നമുക്ക് മറ്റ് എലമെന്റുകളാക്കി കൺവേർട്ട് ചെയ്യാം, അതിൽ നിന്നും ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാം, ആ രീതിയിലുള്ള ഗവേഷണങ്ങളും പരിവേഷണങ്ങളും ഒക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ടെക്നോളജിയുടെ വികസനം എല്ലായ്പ്പോഴും യുറേനിയത്തെ കേന്ദ്രീകരിച്ചായിരുന്നു, തോറിയമായിട്ട് ബന്ധപ്പെട്ടിട്ടായിരുന്നില്ല. വളരെ വൈകി മാത്രമാണ് തോറിയത്തിന്റെ അടിസ്ഥാനത്തിൽ ഗവേഷണങ്ങളും പ്രോട്ടോടൈപ്പ് നിർമ്മാണവും ഒക്കെ നടക്കുന്നത്. അതിൻ്റെ പിന്നിൽ ഒരുപാട് അജണ്ടകളുണ്ട്, പൊളിറ്റിക്സ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. കാരണം യുറേനിയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വലിയ കമ്പനികളും ഏജൻസികളും ഉണ്ട്. ആ യുറേനിയത്തിൽ നിന്നും ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥാപനങ്ങളുണ്ട്. ആ ന്യൂക്ലിയർ റിയാക്ടറുകൾ, പ്രത്യേകിച്ചും ബ്രീഡർ റിയാക്ടറുകൾ, ആ റിയാക്ടറുകൾ ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥാപനങ്ങളുണ്ട്. അപ്പോൾ തോറിയം ഇങ്ങനെ വികസിച്ചു വരികയും അതിൽ നിന്ന് കൂടുതൽ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുകയാണെങ്കിൽ ആ കമ്പനികളും അല്ലെങ്കിൽ ആ രാജ്യങ്ങളും ഒക്കെ വികസിപ്പിച്ചു കൊണ്ടുവന്ന യുറേനിയം ബേസ്ഡ് ആയിട്ടുള്ള സാങ്കേതിക വിദ്യയ്ക്ക് അർത്ഥമില്ലാതെയായി മാറും. അവർക്ക് വലിയ സാമ്പത്തിക നഷ്ടം നേരിടേണ്ടി വരും. അതുകൊണ്ട് തന്നെ അവർ ഈ തോറിയത്തിലേക്ക് അധികം കടക്കുകയല്ല ചെയ്യുന്നത്. പിന്നെ പല രാജ്യങ്ങളും ഈ ന്യൂക്ലിയർ പവർ പ്ലാന്റുകളുമായിട്ടൊക്കെ അല്ലെങ്കിൽ ആ പ്ലാന്റുകളെ സഹായിക്കുന്ന കമ്പനികളുമായിട്ടൊക്കെ ദീർഘകാല അടിസ്ഥാനത്തിലുള്ള കരാറുകളുണ്ട്. ഇത്രയധികം യുറേനിയത്തിൽ നിന്നും ഇത്രയധികം ഊർജ്ജം ഉൽപ്പാദിപ്പിച്ചു കൊള്ളാം, അതിനു വേണ്ടിയിട്ടുള്ള ഒരു സാമ്പത്തിക ഉടമ്പടിയൊക്കെ ആയിരിക്കും അവർ ഒപ്പിട്ടിട്ടുണ്ടായിരിക്കുക. കൂടാതെ രാജ്യങ്ങൾക്ക് പ്രത്യേകമായിട്ടുള്ള അജണ്ടകളുണ്ട്, അവരുടെ പോളിസികളുണ്ട്. ആ പോളിസികൾ ഫോളോ ചെയ്തു പോകുന്നത് കൊണ്ടാണ് തോറിയത്തിന് ഒരു വലിയ തടസ്സമായിട്ട് നിൽക്കുന്നത്. നമുക്ക് എളുപ്പം മനസ്സിലാക്കാനായിട്ട് ഒരു സാധാരണക്കാരൻ്റെ ഭാഷയിലുള്ള ഒരു ഉദാഹരണം എടുക്കാം. അപ്പോൾ നമ്മളിവിടെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് പെട്രോളിയം എഞ്ചിൻ അല്ലെങ്കിൽ ഡീസൽ എഞ്ചിൻ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന കാറുകളും വാഹനങ്ങളുമാണല്ലോ. ഇലക്ട്രിക് വാഹനങ്ങളൊക്കെ വരുന്നതേ ഉള്ളൂ. നിങ്ങൾ ഒരു കാര്യം സങ്കല്പിക്കുക, വെറുതെ സങ്കല്പിക്കുക, പുതുതായിട്ട് ഉണ്ടാക്കി വരുന്ന ഇലക്ട്രിക് വാഹനങ്ങൾക്ക് വളരെയധികം വിലക്കുറവാണെന്ന്. അങ്ങനെയല്ല, പെട്രോളിയം വാഹനങ്ങൾക്കാണ് വിലക്കുറവ്. പക്ഷേ വെറുതെ സങ്കല്പിക്കുക, വളരെ വിലക്കുറവാണ്. അതായത് 10 ലക്ഷത്തിന് മേടിക്കാൻ സാധിക്കുന്ന ഒരു പെട്രോളിയം എഞ്ചിൻ്റെ കാറ്, അതേ സ്പെക്കിലുള്ള ഒരു ഇലക്ട്രിക് കാറ് നമുക്ക് 2 ലക്ഷം രൂപയ്ക്ക് കിട്ടുമെന്ന് കരുതുക. ഓക്കെ, അപ്പോൾ നമ്മളെല്ലാവരും ആ 2 ലക്ഷം രൂപയുടെ കാറ് മേടിക്കും.
എന്നാൽ ഈ കാർ നമുക്ക് ചാർജ് ചെയ്യണമല്ലോ. അത് ചാർജ് ചെയ്യാൻ വേണ്ട സാങ്കേതിക വിദ്യയ്ക്ക് ലക്ഷക്കണക്കിന് രൂപയുടെ ഇൻസ്റ്റാളേഷൻ വേണ്ടി വരുമെന്ന് സങ്കല്പിക്കുക. അതായത് നമ്മളിപ്പോൾ പെട്രോൾ പമ്പുകൾ ഉള്ളതുപോലെ തന്നെ ഈ ചാർജിങ് സ്റ്റേഷനുകൾ സ്ഥാപിക്കാനായിട്ട് ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് പണം ചെലവഴിക്കേണ്ടി വരുമെന്ന് വെറുതെ ഒന്ന് സങ്കല്പിക്കുക. അപ്പോൾ ഇവിടെ ആ കാറിന് വലിയ വിലയൊന്നുമില്ല, പക്ഷേ അത് പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റിയുടെ ആദ്യ ഘട്ടത്തിലുള്ള ചെലവ് കൂടുതലാണ്. അല്ലെങ്കിൽ അതിൻ്റെ ഗവേഷണങ്ങൾക്കും പര്യവേഷണങ്ങൾക്കും വേണ്ടി മുടക്കേണ്ട തുക അല്പം കൂടുതലാണ്. അത് ആദ്യ ഘട്ടത്തിൽ മാത്രമേ ബാധകമുള്ളൂ. അത് ഈ യുറേനിയത്തിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയായിരുന്നു. അത് ആദ്യം ആ സാങ്കേതിക വിദ്യകൾ വികസിപ്പിച്ചെടുക്കാനായിട്ട് വലിയ പണം ചെലവഴിക്കേണ്ടി വന്നിട്ടുണ്ട്. ഏതാണ്ട് അതേ രീതിയിലുള്ള പണമാണ് ഇവിടെയും ചെലവഴിക്കേണ്ടി വരിക. പക്ഷെ ഓൾറെഡി ഇത്തരത്തിലുള്ള ന്യൂക്ലിയർ പവർ പ്ലാന്റുകൾ ഉള്ളത് കൊണ്ട് പല ഗവൺമെന്റുകളും ഒരു വിമുഖത കാണിക്കുന്നുണ്ട്. എന്നാൽ ചൈന ബഹുദൂരം മുന്നോട്ട് പോയിട്ടുണ്ട്. ഇന്ത്യ ഇപ്പോഴും അതിൻ്റെ പ്രാഥമിക ഘട്ടത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. നമ്മുടെ കേരളത്തിൽ തന്നെ തോറിയം ബേസ് ചെയ്തിട്ടുള്ള ഒരു ന്യൂക്ലിയർ പവർ പ്ലാന്റ് നടത്താനുള്ള പല രീതിയിലുള്ള നീക്കങ്ങൾ നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും KSEBയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. പക്ഷെ ഒരു പോസിറ്റീവായിട്ടുള്ള സമീപനം ഇപ്പോഴും നമുക്ക് സെൻട്രൽ ഗവൺമെന്റിൽ നിന്നും ലഭ്യമായിട്ടില്ല. ഈ വീഡിയോ നിർമ്മിക്കാൻ തന്നെയുള്ള കാരണം ഈ അടുത്തിടയ്ക്ക് വന്ന ഒരു വാർത്തയാണ്. അതായത് ഇങ്ങനെ കേരളത്തിൻ്റെ നീക്കങ്ങൾ നടക്കുന്നില്ല, പോസിറ്റീവായിട്ടുള്ള ഒരു സമീപനം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല എന്ന ഒരു വാർത്തയായിരുന്നു ഞാൻ വായിച്ചത്. പക്ഷേ ഇതിന് നമുക്ക് കേന്ദ്ര സർക്കാരിനെ അപ്പാടെ വിമർശിക്കാനും സാധിക്കില്ല. ഞാൻ പറഞ്ഞല്ലോ, വർഷങ്ങളായിട്ട് ഫോളോ ചെയ്യുന്ന പോളിസികളുണ്ട്. ന്യൂക്ലിയർ പവർ പ്ലാന്റുകളിൽ നിന്നും നമ്മൾ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അപ്പം അതിന് പുറമെ വലിയ അളവിലുള്ള ഒരു തുക ഇതിനു വേണ്ടി മുടക്കുക എന്ന് പറയുന്നത് വളരെ ഭാരിച്ച ഒരു കാര്യം തന്നെയാണ്. പക്ഷേ അധികം വൈകാതെ സെൻട്രൽ ഗവൺമെന്റ് അതിലേക്ക് തിരിയുമെന്ന് തന്നെ നമുക്ക് പറയാം. പിന്നെ മറ്റൊരു കാര്യം, നേരിട്ട് നമുക്കൊരു ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ ഒന്നും സ്ഥാപിക്കാൻ സാധിക്കുകയില്ല. ആദ്യം വർക്കിംഗ് പ്രോട്ടോടൈപ്പുകൾ ഉണ്ടാക്കിയെടുക്കണം. അതിനുവേണ്ടി ഒരുപാട് പണം ചെലവഴിക്കണം. അതായത് ഇതിൻ്റെ ഗവേഷണത്തിന് വേണ്ടി നിരവധി പണം നമുക്ക് ചെലവഴിക്കണം. അതിനുശേഷമാണ് നമുക്ക് വ്യാവസായിക അടിസ്ഥാനത്തിൽ ഈ തോറിയത്തെ ഊർജ്ജമാക്കി മാറ്റിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. പിന്നീട് ഒരു ഘട്ടം എത്തുമ്പോൾ നമുക്ക് പെട്രോളിയം പ്രോഡക്റ്റുകളുടെ ആവശ്യം ഉണ്ടാവുകയില്ല, നമുക്ക് ഗ്യാസ് സിലിണ്ടറുകളുടെ ആവശ്യം ഉണ്ടാവുകയില്ല. വൈദ്യുതി ഉപയോഗിച്ച് നമുക്ക് വളരെ ഈസി ആയിട്ട് പാചകം ചെയ്യാം. നമ്മുടെ പല പ്രവൃത്തികളിലും നമുക്കത് ഉപയോഗിക്കാം. നമ്മുടെ വാഹനങ്ങളിൽ അത് ഇന്ധനമായിട്ട് ഉപയോഗിക്കാം. അങ്ങനെ അനന്തമായിട്ടുള്ള സാധ്യതകളാണ് ഭാവിയിലുള്ളത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം തോറിയം തുറന്നു തരുന്ന ജാലകം അത് വളരെ വിശാലമായിട്ടുള്ള ഒരു ക്യാൻവാസ് ആണ്. അവിടെ നമുക്ക് വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കും. ഒരു വലിയ വികസിത രാജ്യമായിട്ട് ഈ രാജ്യത്തിന് മാറാൻ സാധ്യമാകും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അത് ലൈക്കിൻ്റെ രൂപത്തിലും കമൻറ്റിൻ്റെ രൂപത്തിലും രേഖപ്പെടുത്തുക. അത് വലിയൊരു ഊർജ്ജമാണ് എനിക്ക് പകർന്നു തരുന്നത്, ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾ ചെയ്യാനായിട്ടുള്ള ഊർജ്ജം. അതിനു പുറമെ ഇതിലെന്തെങ്കിലും ഒരു പോരായ്മ ഉണ്ടെങ്കിൽ, ഇതിൻ്റെ അവതരണ രീതിയിലോ ഒക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതുകൂടി നിങ്ങൾ കമൻറ്റിൻ്റെ രൂപത്തിൽ രേഖപ്പെടുത്തുക. ഞാൻ കൃത്യമായിട്ടതെല്ലാം വായിക്കും. വേണ്ട രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തി കൂടുതൽ മികച്ച വീഡിയോകൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാൻ തീർച്ചയായിട്ടും ശ്രമിക്കുന്നതാണ്. ഇത്തരത്തിലുള്ള വീഡിയോകൾ കൂടുതലായിട്ട് കാണാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. ആസ്ട്രോഫിസിക്സ് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി ഞാനൊരു ഓൺലൈൻ സർട്ടിഫിക്കേഷൻ കോഴ്സ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ആ കോഴ്സിൻ്റെ ഭാഗമായി ഗവേഷകരോടൊപ്പം ചേർന്ന് റിസർച്ച് ചെയ്യാനും അതൊരു ശാസ്ത്ര പ്രബന്ധമാക്കി പബ്ലിഷ് ചെയ്യാനുമുള്ള അവസരം നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്. കോഴ്സിൽ രജിസ്റ്റർ ചെയ്യാനായിട്ട് ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്ത് കൊടുത്തിരിക്കുന്ന ലിങ്ക് പരിശോധിക്കുക. കോഴ്സുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇമെയിലിലൂടെയോ ഫേസ്ബുക്കിലൂടെയോ ഇൻസ്റ്റാഗ്രാമിലൂടെയോ എന്നോട് സംസാരിക്കാവുന്നതാണ്. അതിൻ്റെ ലിങ്കുകളും ഞാൻ ഫസ്റ്റ് കമൻറ്റിൽ കൊടുത്തിട്ടുണ്ട്.